റേഷ്യോ എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് റേഷ്യോയുടെ ആപ്ലിക്കേഷൻസ് വരുന്ന ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു ചാപ്റ്റർ ടൈം ആൻഡ് വർക്ക് ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. സോ ടൈം ആൻഡ് വർക്ക് നമ്മൾ തുടങ്ങിയപ്പോൾ 2-3 സെഷൻസ് കഴിഞ്ഞു. സോ അവിടേക്ക് നമ്മൾ റേഷ്യോയുടെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞ് സംസാരിച്ചായിട്ട് ഞാൻ ഓർക്കുന്നില്ല. സോ റേഷ്യോയുടെ ആപ്ലിക്കേഷൻ പിന്നെ എവിടെയാണ് വരുന്നത്? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. റേഷ്യോയുടെ ആപ്ലിക്കേഷൻസ് പക്ഷേ നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമുക്ക് എവിടെയാണ് ഈ റേഷ്യോയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ റേഷ്യോ നമുക്ക് ടൈം ആൻഡ് വർക്കിൽ വരുന്നത് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശരിക്കും ബേസിക് ലെവൽ തന്നെയാണ്. സോ നമ്മൾ കണ്ട ആശയങ്ങളിൽ ദിവസങ്ങൾ തന്നിരുന്നു. 2 പേരോ 3 പേരോ എത്ര പേരുണ്ടെങ്കിലും അവർ ഒറ്റയ്ക്ക് ചെയ്യുന്ന ദിവസങ്ങൾ തന്നിരുന്നു. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്തു. അവിടുന്ന് എഫിഷ്യൻസീസ് എടുത്തായിരുന്നു. ശരിയാണല്ലോ. ടോട്ടൽ വർക്ക് അവിടെ എല്ലാ കേസിലും നമുക്ക് മീൻസ് ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അവിടെ എത്ര പേരുണ്ടെങ്കിലും അവർക്കൊക്കെ ടോട്ടൽ വർക്ക് കോൺസ്റ്റന്റ് തന്നെയായിരുന്നു. ഒരേ വർക്ക് തന്നെയാണല്ലോ 2 പേരും അല്ലെങ്കിൽ 3 പേരൊക്കെ ചെയ്തിരുന്നത്. സോ അവിടെ നിന്നാണ് നമ്മൾ എഫിഷ്യൻസീസിലേക്ക് എത്തിയത്. സോ വർക്ക് കോൺസ്റ്റന്റ് ആയ കേസിൽ നമ്മൾ അവിടെ ഡേയ്സ് ഉണ്ടായിരുന്നു, അവിടെ എഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു. ആരെങ്കിലും ഡേയ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള റേഷ്യോയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആരും ചിന്തിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ശരിയായ പാതയിലേക്ക് എത്താൻ പോവുകയാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ ടൈമും അതുപോലെ എഫിഷ്യൻസിയും തമ്മിലൊരു റേഷ്യോ ഉണ്ട്. സോ നമ്മൾ അതിലേക്കാണ് ഇനി പോകുന്നത്. നമ്മൾ ഈ റേഷ്യോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നേരത്തെ പഠിച്ചൊരു ആശയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഏതെന്ന് ചോദിച്ചാൽ പേഴ്സൻറ്റേജിൽ വിലയും ഉപഭോഗവും തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട്. എപ്പോ അവിടുത്തെ എക്സ്പെൻഡിച്ചർ നമുക്ക് മുതൽ മുടക്ക് തുല്യമായ അവസ്ഥയിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയ അവസ്ഥയിൽ നമുക്ക് വിലയും ഉപഭോഗവും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. സെയിം രീതിയിൽ ഇവിടെ വർക്ക് കോൺസ്റ്റന്റ് ആയിരുന്ന സമയത്ത് തുല്യ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ടൈം അതായത് ഡേയ്സ് അവരെടുക്കുന്ന ദിവസവും അല്ലെങ്കിൽ സമയവും അതുപോലെ അവരുടെ കാര്യക്ഷമതയും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടാവുന്നതാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ കാര്യക്ഷമതയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും സമയം വരുന്നത്. കാര്യക്ഷമത കൂടുമ്പോഴത്തേക്ക് നമുക്ക് സമയം കുറച്ച് മതിയായിരിക്കും. സോ ആ റേഷ്യോ തമ്മിലുള്ളൊരു ബന്ധം നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ അതിനുവേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ തന്നെ നോക്കാം. നേരത്തെ നമ്മൾ കണ്ട മോഡൽ ക്വസ്റ്റ്യൻസ് പോലെ തന്നെ 2 പേരെ അസ്യൂം ചെയ്യുക, എയും പിയും. സോ ഇതിൽ എ എന്ന് പറയുന്ന ആള് 8 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. ബി എന്ന് പറയുന്ന ആള് 16 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. സോ 2 പേരും ചെയ്യുന്ന സെയിം ജോലി. ഇവരുടെ ഒറ്റയ്ക്കുള്ള സമയങ്ങളാണിത്. സോ ഇത് ടൈമാണ്. നമ്മൾ എന്താ നോർമലി ചെയ്യുന്നത്? അവിടെ നിന്ന് ടോട്ടൽ വർക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി LCM എടുക്കുന്നു. ഓക്കെയാണ്, LCM എടുക്കുന്നു. LCM 8-16 കാണുമ്പോൾ എല്ലാവർക്കും അറിയാം 16 തന്നെ LCM. സോ ഇത് നമ്മൾ വർക്കായിട്ട് അസ്യൂം ചെയ്യുകയാണല്ലേ. സോ ഇവിടെ നമ്മൾ എന്താ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു. സോ എയുടെ എഫിഷ്യൻസി ഇവിടെ നിന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും 2 ആണ്, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. സോ ഇത് എഫിഷ്യൻസി. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പെർ ഡേ വർക്കിന്റെ എഫിഷ്യൻസീസ് ആണ്. പെർ ഡേ വർക്ക് ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ എഫിഷ്യൻസീസ്. സോ ഇവിടെ നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടൈം റേഷ്യോ എന്ന് എടുക്കുക. ഇവരുടെ ടൈം റേഷ്യോ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. 8:16 ആണല്ലോ ദിവസങ്ങൾ. റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. സോ നമുക്ക് 8ഉം 16 നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8ന്റെ മൾട്ടിപ്പിൾസ് ആണ്. എന്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? ടൈം റേഷ്യോ നമുക്ക് കിട്ടുന്നത് 1:2. എയും ബിയും തമ്മിലുള്ള നമ്മൾ പറയുന്നത് എയും പിയും തമ്മിലുള്ള ടൈം റേഷ്യോസ് എ ആൻഡ് പി. സോ നെക്സ്റ്റ് നമ്മൾ ഇവിടെ എഫിഷ്യൻസി റേഷ്യോസിലേക്ക് ഒന്ന് പോയി നോക്കാം. എഫിഷ്യൻസി റേഷ്യോസ് ഇട്ടിരിക്കുന്നതാണല്ലേ 2:1. എഫിഷ്യൻസി റേഷ്യോ 2:1. സോ ഇവിടെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ടൈം റേഷ്യോ 1:2, എയും ബിയും നമ്മൾ എഫിഷ്യൻസി റേഷ്യോ 2:1. എന്താ സംഭവിച്ചത്? നേരെ ഇൻവേഴ്സ് റിലേഷൻ അല്ലേ. ഇവിടെ എന്തുണ്ടായിരുന്നോ തിരിഞ്ഞു വന്നു. സോ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു വിലയും ഉപഭോഗവും. വർക്ക് കോൺസ്റ്റന്റ് ആണ്. വർക്ക് കോൺസ്റ്റന്റ് ആയ കേസാണ് ഈ സംസാരിക്കുന്നത്. വർക്ക് കോൺസ്റ്റന്റ് ആയ കേസിൽ ടൈം റേഷ്യോ എന്താണോ അതിന് നേരെ ഇൻവേഴ്സ് ആയിട്ടായിരിക്കും എഫിഷ്യൻസി റേഷ്യോ വരുന്നത്. ഓർ ഇങ്ങനെയും കാണാം, എഫിഷ്യൻസി റേഷ്യോ എന്താണോ അതിന്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ടൈം റേഷ്യോ വരുന്നത്. സോ ഈ ഒരു ആശയം മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ റേഷ്യോ വെച്ചാൽ സംസാരിക്കുന്നത്. റേഷ്യോസ് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പ്രൊവൈഡഡ് ടോട്ടൽ വർക്ക് കോൺസ്റ്റന്റ് ആകുന്ന കേസിൽ 2 പേരും ഒരേ അളവുള്ള ജോലി ചെയ്യുന്ന കേസ്. സോ ഇവിടെയാണ് നമ്മൾ നമ്മുടെ പേഴ്സൻറ്റേജിലെ ആപ്ലിക്കേഷനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഓർത്തോളം പലതും ഇന്റർറിലേറ്റഡ് ആണ്. നമ്മൾ ആ രീതിക്ക് പക്ഷേ കാണാൻ ശ്രമിക്കാറില്ലെന്നുള്ളൂ. ആ രീതിക്ക് കൂടി കാണാൻ ശ്രമിച്ചാൽ ഒബ്സർവേഷൻ കണക്കിൽ ഇമ്പോർട്ടന്റ്. നമ്മൾ ഡെയിലി ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവില്ലേ. അതുപോലെ നമ്മൾ മാത്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറേയധികം രസകരമായിട്ട് തോന്നുന്നുണ്ടാവും. സോ നമ്മളിപ്പോൾ സംസാരിക്കുന്ന എഫിഷ്യൻസി ടൈം റേഷ്യോ റിലേഷൻ ആണ്. സോ എന്തായിരിക്കും? ടോട്ടൽ വർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ
രണ്ട് റേഷ്യോസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. എഫിഷ്യൻസി ടൈം റേഷ്യോ എന്ത് വരുന്നു അതിന്റെ നേരെ തിരിച്ചിട്ടാൽ എഫിഷ്യൻസി റേഷ്യോ ആയി. എഫിഷ്യൻസി റേഷ്യോ അറിയാമെങ്കിൽ അത് തിരിച്ചിട്ടാൽ ടൈം റേഷ്യോ ആയി. ഇതാണ് അതിന്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത്. സോ നമുക്കൊന്നും ടൈം റേഷ്യോ എക്സാമ്പിൾസ് നോക്കാം. അവിടുന്ന് എഫിഷ്യൻസി റേഷ്യോ എടുക്കുന്നത്. സോ 16 ദിവസം കൊണ്ട് ഒരാൾ ജോലി ചെയ്ത് തീർക്കുന്നു, മറ്റൊരാൾ 24 ദിവസം. സോ ഇവിടെ ടൈം റേഷ്യോ എന്തായിരിക്കും? ഇവിടെ ടൈം റേഷ്യോ എന്തായിരിക്കും? എ ബി തന്നെ വെച്ചു. ടൈം റേഷ്യോ പറയാൻ പോകുന്നത് 16:24. 16:24 വെട്ടി ചെറുതാക്കി നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് എത്രയാ? 16 8 കൊണ്ട് ഡിവൈഡ് 2 3 2:3. ശരിയല്ലേ? നമുക്ക് എഫിഷ്യൻസി റേഷ്യോ അപ്പോൾ നേരത്തെ കണ്ട ആശയം വെച്ചിട്ട് എന്ത് എഴുതാൻ പറ്റും? 3:2 എഴുതാൻ പറ്റും. 3:2 ശരിയാണോ നമുക്ക് നോക്കാം. 16:24 16:24ന്റെ എൽസിഎം എത്രയാ? എൽസിഎം വരാൻ പോകുന്നത് 48 ആണ്. സോ നോക്കിക്കോളാം, എഫിഷ്യൻസി റേഷ്യോ ഇവിടെ 3 ഇവിടെ 2. എ ബി ശരിയല്ലേ? 3:2. സോ 2:3 ആണ് ടൈം റേഷ്യോ. സോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതുന്നതായിരിക്കും എഫിഷ്യൻസി റേഷ്യോ. സോ ആക്ച്വലി നോക്കിയാൽ നമുക്ക് എൽസിഎം കിട്ടണമെങ്കിൽ നോക്കിയാൽ മതി. 16 3s are 48, 24 into 48. സോ എൽസിഎം കണ്ടെത്താൻ മറ്റൊരു രീതി കൂടി ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണുകയുണ്ടായി. എങ്ങനെയാണ്? ഇതിന്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുത്ത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. റേഷ്യോ 2:3 തിരിച്ചെടുത്ത് 3:2 എടുത്ത് ഗുണിച്ചാൽ മതി. 16 into 3 48, 24 into 48. സോ എൽസിഎം കാണാൻ ഇങ്ങനെയും പല രീതികളുണ്ട്. ബട്ട് എളുപ്പം പ്രൈം ഫാക്ടേഴ്സിന് തന്നെ ആയിരിക്കും മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ. സോ ഇതാണ് നമുക്കിപ്പോൾ ടൈം എഫിഷ്യൻസി റേഷ്യോ തമ്മിലുള്ള റിലേഷൻ. സോ ഈ പേഴ്സൻറ്റേജിലാ പറയുന്നിരിക്കട്ടെ, ഈ ഡേയ്സ് ഒന്നും പറയാണ്ട് നമ്മൾ പേഴ്സൻറ്റേജിൽ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ, എ ഈസ് 50% മോർ എഫിഷ്യന്റ് ദാൻ ബി. A is 50% more efficient than B എന്ന് പറയാതിരിക്കട്ടെ. more efficient than B. ഇതൊന്നുമില്ല, എഫിഷ്യൻസിക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ ടെക്നിക്കൽ ഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രം എഴുതിയാണ്. ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഷോർട്ട് ടേംസിന് ഉപയോഗിക്കുന്നുണ്ടാവും. സോ നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം. ഒരിക്കലും എക്സാമിന് ഇങ്ങനെ കാണത്തില്ല, ഇങ്ങനെ തന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാണുള്ളൂ. സോ ഇതിൽ നിന്ന് നമ്മൾ എഫിഷ്യൻസി ടൈം റേഷ്യോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പോവാണ്. സോ എഫിഷ്യൻസി A is 50% more efficient than B. സോ 50% നമുക്ക് പെർസെന്റേജിന്റെ ഫ്രാക്ഷൻ ഫോം പറയാം 1/2. സോ 2 ഭാഗം എന്നുള്ളത് മോർ ആയതുകൊണ്ട് 3 ഭാഗം. ഇത് ആർക്കൊക്കെ നോക്കിയാൽ മതി. A is 50% more than B. സോ ഇത് A ആണ്, ഇത് B ആണ്. ഇത് ഇവരെ എഫിഷ്യൻസി റേഷ്യോ ആണ്. എഫിഷ്യൻസി റേഷ്യോ. സോ ടൈം റേഷ്യോ എന്തായിരിക്കും? 3:2 ശരിയല്ലേ? ഇതായിരിക്കും ടൈം റേഷ്യോ. A 50% ബിയേക്കാൾ കാര്യക്ഷമതയുണ്ട്, അതുകൊണ്ട് എക്ക് കുറച്ച് സമയം മതിയാവും. അതാണ് ടൈം റേഷ്യോയിൽ മനസ്സിലാവുന്നത്. ബിയേക്കാൾ കുറച്ച് സമയം എക്ക് മതി. സോ ഏത് രീതിക്ക് ചോദിച്ചാലും എഫിഷ്യൻസി ടൈം റിലേഷൻ നമുക്കറിയാം. വർക്ക് കോൺസ്റ്റന്റ് ആണ്, സെയിം വർക്കിംഗ് ഡേയ്സ് ആണ്. വർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫിഷ്യൻസി ടൈം റിലേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ മോഡൽ വരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിന് പകരം നമ്മൾ മറ്റൊരു രീതി എഴുതാൻ പോവാം. P takes 25% more time than Q to finish a work. സോ ഇങ്ങനെ വരുന്ന കേസിൽ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ടൈം ഓർഡറുള്ള ബന്ധം പറയും. പിയും ക്യൂവും നമ്മുടെ ടൈം ബന്ധം പറയും. സോ അവിടെ നിന്ന് നമുക്ക് പെർസെന്റേജിൽ ആദ്യമേ ടൈമിന്റെ റിലേഷൻ ആ കിട്ടുന്നത്. അവിടെ നിന്ന് നമുക്ക് എഫിഷ്യൻസി എടുക്കാൻ പറ്റും. സോ ഇവിടെ നോക്കിയാൽ 25% എല്ലാവർക്കും വാല്യൂ അറിയാം 1/4 ആണ്. സോ 4 ഭാഗം എന്നുള്ളത് മോർ ടൈം ആയതുകൊണ്ട് 4 ഭാഗം 5 ആവും. സോ ഇവിടെ നോക്കിയാൽ P takes 25% മോർ ടൈം ദാൻ Q. P ആണ് ക്യൂവിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നത്. സോ ഇത് P ആയിരിക്കും, ഇത് Q ആയിരിക്കും. ശരിയല്ലേ? P ക്യൂവിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നു. സോ ഇത് ടൈം റേഷ്യോ. സോ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്ന ആളുടെ കാര്യക്ഷമത കുറവായിരിക്കുമല്ലോ. സോ ഇത് നേരെ തിരിഞ്ഞു വരും. 5:4 ആണ് എഫിഷ്യൻസി റേഷ്യോ. Q 5 ഭാഗം ജോലി ചെയ്യുമ്പോൾ P 4 ഭാഗം ജോലിയെ ചെയ്യുള്ളൂ. സോ ഈ ജസ്റ്റ് റേഷ്യോ ഫോംസ് എടുക്കുന്ന മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി കാണാൻ പോകുന്ന മോഡൽസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാര്യക്ഷമതയും സമയവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. നമ്മൾ തുല്യ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ. സോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ബേസിക് ലെവൽ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോവാണ്. അതിലെ ആദ്യത്തെ ചോദ്യം, A can complete a piece of work in 18 days while B can complete the same work in 24 days. Find the ratio of the per day work of A to B working together. സോ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന 2 പേരുണ്ട്. അതിൽ എയുടെയും ബിയുടെയും ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലിയുടെ സമയങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 18 ദിവസം 26 ദിവസം. കണ്ടുപിടിക്കേണ്ടത് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താലും അവർ ചെയ്യുന്ന ഒരു ദിവസത്തെ ജോലികൾ തമ്മിലുള്ള അംശബന്ധം. ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? എഫിഷ്യൻസി ആയിരിക്കും. സോ നേരിട്ട് എഫിഷ്യൻസി റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ അതിന് പകരം പെർ ഡേ വർക്ക്, ഒരു ദിവസത്തെ ജോലികൾ തമ്മിലുള്ള അംശബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. എയും ബിയും ഈസി അല്ലേ? വർക്ക് കോൺസ്റ്റന്റ് ആണല്ലോ, വർക്ക് തുല്യമാണ്. സോ എയും ബിയും ചെയ്യുന്ന ഒരേ അളവിലുള്ള വർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഡേയ്സ് 18ഉം
24 ആണ് ടൈം എന്ന് പറയുന്നത്. ടൈം ആണ് ഡേയ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ടൈം റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ടാകും? 6 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 ആണ് ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. സോ 18, 24 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് 6 3s 18, 6 4s 24, 3:4. ടൈം റേഷ്യോ 3:4 ആണെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ എത്രയായിരിക്കും? എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് നേരെ തിരിച്ചിട്ടാൻ പറ്റുന്നത് 4:3. സോ 4:3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. എഫിഷ്യൻസി ടൈം റിലേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് ബേസിക് ടൈപ്പ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ചോദ്യം: ദ പെർ ഡേ എഫിഷ്യൻസി റേഷ്യോ ഓഫ് P to Q is 3:5. If P alone can complete a work in 15 days, then Q alone can complete the same work in. സോ രണ്ട് പേരുണ്ട് ഇവിടെ, പിയും ക്യൂവും. സോ അവരുടെ പെർ ഡേ എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ട്. പിയും ക്യൂവും തമ്മിലുള്ള പെർ ഡേ എഫിഷ്യൻസി അവർ ചെയ്യുന്ന ഒരു ദിവസം ജോലിയുടെ അംശബന്ധം 3:5 ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പി എന്ന് പറയുന്ന ആൾ 15 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ഒരു വർക്ക് തീർക്കുമെങ്കിൽ അതേ വർക്ക് ക്യൂ എത്ര ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും? ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ആശയം അറിയാമെങ്കിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ആശയം എന്താണ്? എഫിഷ്യൻസി ടൈം റിലേഷൻ, ആ റേഷ്യോയുടെ റിലേഷൻ, അത് മനസ്സിലായി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. തന്നിരിക്കുന്നത് എഫിഷ്യൻസി റേഷ്യോ ആണ്. തന്നിരിക്കുന്ന എഫിഷ്യൻസി റേഷ്യോ എങ്ങനെയുള്ളതാണ്? എഫിഷ്യൻസി റേഷ്യോ പിയും ക്യൂവും തമ്മിലുള്ളതാണ്. എഫിഷ്യൻസി റേഷ്യോ തന്നിരിക്കുന്നത് കാര്യക്ഷമതയുടെ അംശബന്ധം 3:5 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പിയും ക്യൂവും തമ്മിലുള്ളതാണ്. പിയും ക്യൂ. സോ എഫിഷ്യൻസി റേഷ്യോ ഇങ്ങനെയാണെങ്കിൽ നേരിട്ട് നമുക്ക് ടൈം റേഷ്യോ എഴുതാൻ പറ്റും 5:3. ശരിയല്ലേ? കാര്യം എന്താ? വർക്ക് കോൺസ്റ്റന്റ് ആണ്. സോ എഫിഷ്യൻസി റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. 5:3 ആണ് നമ്മുടെ ടൈം റേഷ്യോ. പിയും ക്യൂവും നമ്മുടെ ടൈം റേഷ്യോ കൊണ്ട് തന്നിരിക്കുന്നത് പി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. സോ ഈ 5 ഭാഗം എന്ന് പറയുന്നത് 15, ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 15/5, 3 വരും. 3 ഭാഗമാണ്. 3 ഭാഗം കണ്ടുപിടിച്ചാൽ 6 സമയം കിട്ടും. നമുക്ക് ക്യൂ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്ന സമയം കിട്ടും. 3 ഭാഗം എത്ര? 3 3s 9. സോ 9 ആണ് നമ്മുടെ ആൻസർ. 9 days വരും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. എഫിഷ്യൻസി ടൈം റേഷ്യോയിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. ദ പെർ ഡേ എഫിഷ്യൻസി റേഷ്യോ ഓഫ് X to Y is 3:5. Working together, they can complete a work in 15 days. Then X can complete this work alone in. സോ ഇവിടെ നോക്കിയാൽ ഇവിടെയും രണ്ടുപേര് തന്നെയാണ്, എക്സും വൈയും. ജസ്റ്റ് വേരിയബിൾസ്, ആൽഫബറ്റ്സ് മാത്രം ഒന്ന് മാറിയിട്ടുണ്ട്. അവരുടെ കാര്യക്ഷമതകളുടെ അംശബന്ധം 3:5 ആണ്. 3:5 ആണ് അവരുടെ പെർ ഡേ വർക്ക് റേഷ്യോ അല്ലെങ്കിൽ പെർ ഡേ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്താൽ ഒരു ജോലി 15 days 15 ദിവസം കൊണ്ട് ചെയ്ത് തീരുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എക്സ് ഒറ്റയ്ക്ക് അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ബേസിക് ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ആശയം അറിയാമെങ്കിൽ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എഫിഷ്യൻസി റേഷ്യോ തന്നിട്ടുണ്ട്. സോ എഫിഷ്യൻസി റേഷ്യോ നമുക്ക് ആവശ്യമാണ്. ഇവിടെ തന്നിരിക്കുന്നത് പിന്നെ ടോട്ടൽ ടൈം ആണല്ലേ, രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. സോ എന്നിട്ട് കണ്ടുപിടിക്കേണ്ട അതിൽ ഒരാളുടെ സമയം കണ്ടെത്താം. സോ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസിയും ടോട്ടൽ ടൈമും ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ എഫിഷ്യൻസിയും ടോട്ടൽ ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ? കണ്ടെത്താൻ സാധിക്കില്ലേ? ടോട്ടൽ എഫിഷ്യൻസിയും ടോട്ടൽ ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ടോട്ടൽ വർക്ക് കണ്ടെത്താൻ പറ്റില്ലേ? ടോട്ടൽ വർക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തമുള്ള ജോലി അതാണ്. ആ ജോലി എക്സ് എന്ന് പറയുന്ന ആൾ എപ്പോൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുമെന്ന് കണ്ടെത്താൻ പറ്റില്ലേ? മനസ്സിലായില്ല? കൺഫ്യൂസ്ഡ് ആണ്? ചെയ്യാം, അന്നേരം മനസ്സിലാവുന്നുണ്ടാവും. സോ ഇവിടെ തന്നിരിക്കുന്ന എഫിഷ്യൻസി റേഷ്യോ ഉണ്ട്. എഫിഷ്യൻസി റേഷ്യോ കാര്യക്ഷമതയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എഫിഷ്യൻസി റേഷ്യോ ആരൊക്കെ തമ്മിലുള്ള? X:Y, എക്സും വൈയും തമ്മിലുള്ളതാണ്. അതാണ് ഈ ബ്രാക്കറ്റ് എഴുതി. എക്സും വൈയും തമ്മിലുള്ള എഫിഷ്യൻസി റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 3:5 ആണ്. 3:5 എന്ന അംശബന്ധത്തിൽ പോകുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ, സോ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? പെർ ഡേ കമ്പൈൻഡ് എഫിഷ്യൻസി എത്രയാണ്? പെർ ഡേ ഉള്ള കമ്പൈൻഡ് എഫിഷ്യൻസി രണ്ടും കൂടി കൂട്ടിയാൽ പോരെ. 8 ഭാഗമുണ്ട്, 8 പാർട്സ് ഉണ്ട്. ടോട്ടൽ എത്ര ദിവസം അവർ വർക്ക് ചെയ്യുന്നുണ്ട്? 15 days അവർ വർക്ക് ചെയ്യുന്നുണ്ട്, 15 ദിവസം. സോ ഒരു ദിവസം 8 ജോലി ചെയ്താൽ 15 ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്യും? ഒരു ദിവസം 8 ജോലി ചെയ്താൽ 15 ദിവസം കൊണ്ട് 15 × 8 120 വർക്ക്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്കായിട്ട് വരാൻ പോകുന്നത്. നമ്മൾ നോർമലി ഏറ്റവും ആദ്യം ബേസിക് കണ്ടപ്പോൾ പറഞ്ഞു വർക്ക് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു ടൈം ആണെന്ന് പറഞ്ഞു. എഫിഷ്യൻസി ഇൻറ്റു ടൈം. സോ എഫിഷ്യൻസി ഇവിടെ കമ്പൈൻഡ് എഫിഷ്യൻസിയാ, രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പോൾ 8 ടൈം 15 ദിവസം തന്നിട്ടുണ്ട്. സോ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. ഇതാണ് ആദ്യമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ഈ വർക്കാണ് ക്യൂ എന്ന് പറയുന്ന, സോറി എക്സ് എന്ന് പറയുന്ന ആൾ, ക്യൂ അല്ല, കഴിഞ്ഞ പ്രോബ്ലത്തിലെ ഡേറ്റയിലേക്ക് പോയതാണ്. എക്സ് എന്ന് പറയുന്ന ആൾ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് ദിവസമാണ് ഇനിയും വേണ്ടത് അല്ലേ. സോ 120 വർക്കുണ്ട്. അയാളുടെ ഒരു ദിവസത്തെ കാര്യക്ഷമത അറിയാമെങ്കിൽ, ഒരു ദിവസം ജോലി അറിയാമെങ്കിൽ എത്ര ദിവസം എടുക്കുന്ന കിട്ടില്ലേ? ഒരു ദിവസം ജോലി തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നേരെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആപ്പാടെ ടോട്ടൽ വർക്ക് മാത്രം എടുക്കണമെന്നേ ഉള്ളൂ. എത്രയാണ് തന്നിരിക്കുന്നത്? 3 കാര്യക്ഷമത. സോ 120 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ 40 കിട്ടും. 40 ഡേയ്സ്. ഒത്തിരി സ്റ്റെപ്സ് ഒക്കെ ഉണ്ടെന്ന് ഇപ്പോൾ തോന്നിക്കാണും. അത്രയും നമ്മൾ സംസാരിച്ചവർ അത്രയും സ്റ്റെപ്സ് ഒന്നുമില്ല. ആശയം മനസ്സിലാക്കിയാൽ ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. ഒരു പക്ഷേ ചില ആൾക്കാർ ഇതിന് ഫോർമുല പോലെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും, അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫോർമുല പോലെ ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആശയം ഓർത്താൽ മതി. നമുക്ക് ടോട്ടൽ വർക്ക് വേണം. ടോട്ടൽ വർക്ക് കിട്ടണമെങ്കിൽ ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ആണെന്ന് അറിയാം. ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി. ഡേയ്സ് 15 ഉണ്ട്, കമ്പൈൻഡ് എഫിഷ്യൻസി 8 ആണ്. ഇത് ടോട്ടൽ വർക്ക് കിട്ടി. ഈ ടോട്ടൽ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ജോലിയാണ് എക്സ് എന്ന് പറയുന്നാൽ ഒറ്റയ്ക്ക് എപ്പോൾ ചെയ്ത് തീർക്കുമെന്ന് കണ്ടെത്തുന്നുണ്ട്. സോ ഡിവൈഡ് ബൈ എക്സിന്റെ എഫിഷ്യൻസി. എക്സിന്റെ എഫിഷ്യൻസി 3 ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും. ഈ 3ഉം 15ഉം കൂടി വെട്ടി ഇവിടെ 5 വരും. 8 5 are 40 ഡേയ്സ്. സോ ആൻസർ 40 ഡേയ്സ്. ഈ ഒരു സ്റ്റെപ്പാണ്, ഈ ഒറ്റ സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് ബേസിക് ആയിട്ട് ഇത് മനസ്സിലാകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് മനസ്സിലാകട്ടെ എന്ന് വെച്ചാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. A can complete a work alone in 15 days. B can complete the same work alone in 10 days. They both agreed to complete the work together for rupees 30,000. Find the share of A. So, 2 പേരുണ്ട്. 2 വ്യത്യസ്ത ആൾക്കാരാണ്, എയും ബി. ഇതിലൊരാൾ 15 ദിവസം കൊണ്ടാണ് ഒരു ജോലി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുക. ബി എന്ന് പറയുന്ന ആൾക്കാണെങ്കിൽ 10 ദിവസം വേണം. സോ ഇവർ 2 പേരും ഒരുമിച്ച് വരികയാണ്. സോ ഇവർ 2 പേരും ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ജോലി പെട്ടെന്ന് തീരുന്നുണ്ടാവും. ഇതിനേക്കാൾ കുറഞ്ഞ സമയത്ത് തീരുന്നുണ്ടാവും. 30,000 രൂപയ്ക്ക് അവർ ആ ജോലി ചെയ്യാവുന്ന പറ്റും. സോ നോർമലി 30,000 രൂപയുടെയും നമ്മൾ സാറാ ചിന്തിക്കുന്നത് ഓക്കെ 15,000 വെച്ചായിരിക്കും എടുക്കുന്നത്. പക്ഷേ 2 പേരുടെയും കാര്യക്ഷമതകൾ രണ്ടും രണ്ടായിരിക്കില്ലേ? കാര്യം എന്താ, ഒരാൾ 15 ദിവസം കൊണ്ടും മറ്റേ 10 ദിവസം കൊണ്ടുമാണ്. സോ അവിടെ പണിയെടുക്കുന്ന ഒരാൾ ഇച്ചിരി കൂടുതലുണ്ടാവും. സോ ഇവിടെ നമ്മൾ ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും അവരുടെ കാര്യക്ഷമതയ്ക്ക് അനുസരിച്ചായിരിക്കും. സോ നമ്മൾ ടൈം ആൻഡ് വർക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അവിടെ ഈ പറയുന്ന ഒരു വേതനമുണ്ടെങ്കിൽ, ഒരു എമൗണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അവരുടെ കാര്യക്ഷമതയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന അവരുടെ വരുമാനം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി കാണും. നമുക്ക് എന്നാലും ചെയ്ത് നോക്കിയേക്കാം. സോ 30,000 ആണ് ടോട്ടൽ എമൗണ്ട് ഉള്ളത്. 30,000 ആ ഡേറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. നെക്സ്റ്റ് എയുടെയും ബിയുടെയും ടൈം റേഷ്യോ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ? A:B ടൈം റേഷ്യോ. ടൈം റേഷ്യോ എന്ന് പറഞ്ഞാൽ അവരുടെ ദിവസങ്ങളുടെ റേഷ്യോ എത്രയായിരിക്കും? 15ഉം 10ഉം കൊണ്ട് 15-10 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 3:2. ടൈം റേഷ്യോ 3:2. എ കൂടുതൽ സമയം എടുക്കും ബിയേക്കാൾ. അതുകൊണ്ട് ബിയേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും എക്ക് കിട്ടുക. കാരണം ബി ആണ് കൂടുതൽ പണി ഒരു ദിവസം എടുക്കാൻ പോകുന്നത്. 2 പേരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ 4 ദിവസം കൊണ്ട് ജോലി തീർന്നെങ്കിൽ ഈ 4 ദിവസവും ഇവർ 2 പേരും പണിയെടുക്കുന്നുണ്ട്. ശരിയാണല്ലോ? ആ 4 ദിവസം പണിയെടുക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരാൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. സോ ആ ജോലിക്കനുസരിച്ചാണ് വേതനം കൊടുക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ A:B ടൈം റേഷ്യോ 3:2 ആണെങ്കിൽ അവരുടെ എഫിഷ്യൻസി റേഷ്യോ എന്തായിരിക്കും? കാര്യക്ഷമത റേഷ്യോ നേരെ തിരിഞ്ഞു വരും 2:3. സോ ഒരു ദിവസം 5 ഭാഗം ജോലി ചെയ്യുന്നുണ്ട്. ശരിയാണല്ലോ? 2:3 വരുമ്പോൾ ഒരു ദിവസം 5 ഭാഗം. ഈ 5 ഭാഗത്തിനാണ് നമ്മൾ 30,000 രൂപ കൊടുക്കുന്നത്. ടോട്ടൽ 30,000 രൂപ. സോ ഒരു ഭാഗത്തിന് എത്ര കിട്ടും? ഒരു ഭാഗത്തിന് 6,000 കിട്ടുന്നുണ്ടാവും. ഒരു ഭാഗത്തിന് 6,000 കിട്ടുന്നുണ്ടാവും. ഒരു ഭാഗത്തിന് 6,000 ആണെങ്കിൽ 2 ഭാഗം ജോലി ചെയ്യുന്ന എക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 2 ഭാഗം ജോലി ചെയ്യുന്ന എക്ക് കിട്ടുന്ന 12,000 രൂപ. സോ ആക്ച്വലി ആ ജോലി ചെയ്ത് തീരുമ്പോഴാണ് കിട്ടുന്നത് കേട്ടോ. ജോലി ചെയ്ത് തീരുമ്പോഴാണ് കിട്ടുന്നത് 12,000. ഒരു ദിവസം ചെയ്തതിനല്ല, ടോട്ടൽ ജോലിക്ക് 30,000 രൂപ ഉണ്ടെങ്കിൽ അതിൽ 12,000 രൂപ പോകുന്നത് എക്കും 18,000 രൂപ പോകുന്നത് ബിക്കുമാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ വർക്ക് എടുത്തിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയോ, സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടാവും. വേതനം അഥവാ ശമ്പളം കാര്യക്ഷമതയ്ക്ക് അനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ വീതിച്ച് നൽകുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ശ്രദ്ധിച്ചോളുക. Amit works 6 hours a day while Ajit works 5 hours per day. Amit receives 200 rupees per hour for his work while Ajit receives rupees 150 for 1 hour work. Find the daily wage ratio of Amit to Ajit. So
ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലായിക്കോളും. 2 പേരുണ്ട്, അമിതും അജിത്തും. ഇതിലൊരാൾ ഒരു ദിവസം 6 മണിക്കൂർ വീതം വർക്ക് ചെയ്യും. എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഒരു ദിവസം 6 മണിക്കൂർ വർക്ക് ചെയ്യുള്ളൂ. അജിത്ത് ആണെങ്കിലോ ഒരു ദിവസം 5 മണിക്കൂർ. ഓരോ മണിക്കൂറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് അവിടെ ജോലി കൊടുക്കുന്നത്. ഒരു മണിക്കൂറിൽ എത്ര ജോലി ചെയ്താലും അത് വിഷയമല്ല, പക്ഷെ മണിക്കൂറിന് ഇത്ര എന്ന് പറഞ്ഞവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, വേതനം കൊടുക്കുന്നുണ്ട്. അതിൽ അമിത്തിന് മണിക്കൂറിന് 200 രൂപയും അജിത്തിന് മണിക്കൂറിന് 150 രൂപയും ലഭിക്കുന്നുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഇവർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലിയുടെ അംശബന്ധം വേണം. സോ ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നേരത്തെ കണ്ട ചോദ്യത്തിൽ നമുക്ക് ടോട്ടൽ ഒരു കോൺട്രാക്ട് എമൗണ്ട് അപ്പം തരുന്നത് ശരിയാണ്, അതെന്തു ആയിക്കോട്ടെ. അവിടുന്ന് നമ്മൾ എഫിഷ്യൻസി റേഷ്യോയ്ക്ക് അനുസരിച്ചാണ് അത് വീതിച്ചത്. ഇവിടെ നമുക്ക് വീതം വെക്കാൻ വല്ലതുണ്ടോ? ഇവിടെ വീതം വെക്കാനൊന്നുമില്ല. പകരം അവർക്ക് മണിക്കൂറിന് എത്ര, അവർ ചെയ്യുന്ന ജോലിക്ക് എത്രയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ എഫിഷ്യൻസി റേഷ്യോ അങ്ങനെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് ഒരു ദിവസം എത്ര കൂലി കിട്ടുന്നു എന്ന് കണ്ടെത്തണം. എത്ര ജോലി എന്ന് നമുക്ക് വിഷയമല്ല, എത്ര കൂലി കിട്ടുന്നു എന്ന് കണ്ടെത്തണം. അതിൻ്റെ അംശബന്ധമാണ് വേണ്ടത്. ഡയറക്റ്റ് ചോദ്യമാണ്. സോ ആശയം മനസ്സിലാക്കിയിട്ട് മാത്രമേ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്യാവുള്ളൂ. വേതനം എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നേരെ നമുക്ക് എല്ലായിടത്തും കയറി എഫിഷ്യൻസി റേഷ്യോ അല്ല എടുക്കേണ്ടത്. ചോദ്യം മനസ്സിലാക്കണം. ഇവിടെ എഫിഷ്യൻസി റേഷ്യോ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടാത്തത്? എഫിഷ്യൻസി റേഷ്യോ വേണ്ടാത്തത് കാരണം അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള കൂലി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേടത്ത് അങ്ങനെ ഇല്ല, നമുക്ക് കണ്ടെത്തണമായിരുന്നു. സോ ഇവിടെ നമുക്ക് നേരിട്ട് റേഷ്യോയിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് അമിത്തിനും അജിത്തിനും കിട്ടുന്ന ഡെയിലി വേജ്, ദിവസ വേതനത്തിന്റെ അംശബന്ധം വേണം. സോ അമിത് എന്ന് പറയുന്ന ആള് ഒരു മണിക്കൂറിന് 200 രൂപ ആണ് വേതനമായിട്ട് മേടിക്കുന്നത്, കൈപ്പറ്റുന്നത്. അങ്ങനെ 6 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. സോ അമിത്തിന്റെ വരുമ്പോൾ 6 മണിക്കൂറിന് 200 കിട്ടുമ്പോൾ 1200 രൂപ കിട്ടുമെന്ന് അറിയാലോ. സോ അതാണ് അമിത്തിന്റെ ദിവസ വേതനം എന്ന് പറയുന്നത്. അജിത്ത് 5 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട്, മണിക്കൂർ 150 രൂപയാണ് വേതനമായിട്ട് ലഭിക്കുന്നത്. സോ ടോട്ടൽ 5 ഗുണം 150. കൂടുതൽ ചിന്തിച്ചു പോകാനൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, ബേസിക് ചോദ്യമാണ്. ഇത് തമ്മിലുള്ള അംശം എന്താ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റില്ലേ? ഈ ഒരു സീറോ ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് 5 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെ എത്ര കിട്ടും? ഇവിടെ നമുക്ക് 4 കിട്ടും. നെക്സ്റ്റ് 3 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 5 കിട്ടും, ഇവിടെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് 2 കിട്ടും. 4 2s are 8. 8:5 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോറി, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് ആൻസർ. 8:5 ആണ് നമുക്ക് അവരുടെ ഡെയിലി വേജ് റേഷ്യോ എന്ന് പറയുന്നത്. സോ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആക്ച്വലി പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നതും പ്രീവിയസ് ആയിട്ട് ഓൾ ഇന്ത്യ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ മോഡൽ തന്നെയാണ്. സോ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. The working efficiencies of A, B and C are in the ratio 4:5:3. Working together, they three can complete a work in 25 days. A and C together can complete 35% of this work in. നല്ലൊരു ചോദ്യമാണ്, പക്ഷേ ഈസിയാണ്. എപ്പോൾ? ആശയം മനസ്സിലായ മാത്രം. ആദ്യമേ ചോദ്യം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ആശയം എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. A, B, C 3 പേരുണ്ട്. ഇവരുടെ കാര്യക്ഷമതയുടെ അംശബന്ധം തന്നിട്ടുണ്ട്. സോ പെർ ഡേ വർക്കിന്റെ റേഷ്യോ ആണ് വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? 4:5:3. സോ A 4 ഭാഗം ജോലി ചെയ്യും, B 5 ഭാഗം ജോലി ചെയ്യും, C 3 ഭാഗം ജോലി ചെയ്യും. ഇവർ 3 പേരും കൂടി ഒരു ജോലി ഏറ്റെടുത്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 25 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എയും സിയും ഒരുമിച്ച് എപ്പോൾ ചെയ്ത് തീർക്കും? എത്ര? ടോട്ടൽ ജോലിയല്ല, ഈ ജോലിയുടെ 35% മാത്രം എപ്പോൾ ചെയ്ത് തീർക്കുമെന്നാണ് കണ്ടെത്തേണ്ടത്. സോ അവിടെയാണ് ഡേറ്റാസ് നമ്മൾ ശരിക്കും വായിച്ചെടുക്കേണ്ടത്. ബേസിക്കായിട്ട് നമ്മുടെ മനസ്സിൽ പറഞ്ഞ ഡേറ്റാസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന റേഷ്യോ, എഫിഷ്യൻസി റേഷ്യോ, എയും ബിയും സിയും കൂടി ഉള്ളത്. അവർ 3 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ 25 ദിവസം കൊണ്ട് തീർക്കും. സോ 25 days. ഇത് നമ്മുടെ മനസ്സിൽ വരണം. പിന്നെ കണ്ടുപിടിക്കേണ്ടത് എയും സിയും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ജോലിയുടെ 35% ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലുണ്ടാവണം. ടോട്ടൽ ജോലിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ വർക്ക് എത്ര കിട്ടുന്നുണ്ടാവും? ടോട്ടൽ വർക്ക്, ടോട്ടൽ കാര്യക്ഷമത 4 5 9 3 12 ഇൻറ്റു ടോട്ടൽ സമയം. ഇതിന്റെ ആൻസർ 300 കിട്ടും. ഇത് തൽക്കാലം ഇങ്ങനെ നിർത്തിയേക്കുക. എന്തിനു വേണ്ടിയാണ് നമുക്ക് പിന്നീട് മനസ്സിലാവും. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇനി എയും സിയും ഒരുമിച്ച് ഈ ജോലിയുടെ 35%. സോ ഈ ജോലിയുടെ 35% എന്ന് പറഞ്ഞാൽ
നമുക്ക് പെർസെൻറ്റേജിലേക്ക് പോകാൻ നിൽക്കട്ടെ, നമുക്ക് നേരിട്ട് ഇങ്ങനെ തന്നെ ഇപ്പോൾ എഴുതിയാൽ മതി, ഇൻറ്റു 35/100. ഈ ജോലിയുടെ 30% ആയാലോ. ഇത് ആരാ ചെയ്യുന്നത്? എയും സിയും ഒരുമിച്ച് എത്ര സമയം കൊണ്ട് ചെയ്തു തീർക്കും. സോ സമയം കിട്ടാനായിട്ട് നമുക്ക് വർക്ക് ഡിവൈഡ് ബൈ, ഇതാണല്ലോ ഇപ്പോൾ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണല്ലോ. എയും സിയും ഒരുമിച്ച്, സോ എയുടെയും സിയുടെ എഫിഷ്യൻസി തമ്മിൽ കൂട്ടാം. എ 4 ആണ്, സിയുടെ എഫിഷ്യൻസി 3 ആണ്, 4 3 7. സോ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വെട്ടിച്ചെറുതാക്കി ആൻസറിലേക്ക് എത്താൻ പറ്റും. 7 35 നോക്കുക, നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ 5 കിട്ടുന്നുണ്ടാവും. 25 100 കൂടി നോക്കുക, 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് താഴെ 4 വരും. 4ഉം 12ഉം കൂടി നോക്കുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മുകളിൽ 3 വരും. 5 3s 15 ഡേയ്സ് ആണ് ഇതിന്റെ ആൻസർ വരാൻ പോകുന്നത്. സോ 35% പേർക്ക് ഈ ജോലിയുടെ 35% എയും സിയും ഒരുമിച്ച് വെറും 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്ന് ആൻസർ കിട്ടും. സോ ഈ ഒറ്റ സ്റ്റെപ്പേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളായിരുന്നു. പ്രൊവൈഡഡ് നമുക്ക് ഈ ഡേറ്റാസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആശയം അറിയാമെങ്കിൽ. എഫിഷ്യൻസി ടൈം റിലേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് വേരിയൻസ് ആണ്. നമുക്ക് അതിലെ ഓരോ ചോദ്യങ്ങളും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. A is twice as good a workman as B and together they finish a work in 14 days. Then A alone can complete it in. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ മലയാളം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശയം കിട്ടും. ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻസിൽ നമുക്കുള്ളത് റേഷ്യോ മോഡലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലേ. റേഷ്യോ എന്തിൻ്റെ റേഷ്യോ ഇവിടെ തന്നിരിക്കുന്നത്? എഫിഷ്യൻസി നേരെ തന്നിട്ടുണ്ട്, എഫിഷ്യൻസി റേഷ്യോ നേരെ തന്നിട്ടുണ്ട്. എഫിഷ്യൻസി റേഷ്യോ ഒന്ന് മനസ്സിലാക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എഫിഷ്യൻസി റേഷ്യോ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി ഈ മോഡൽ ക്വസ്റ്റ്യൻസിൽ ടോട്ടൽ എഫിഷ്യൻസി കണ്ടെത്താൻ വളരെ സുഖമാണ്. കാര്യം എന്താ, 2 മടങ്ങ് കാര്യക്ഷമത ഉണ്ട്, 2 പേരേ ഉള്ളൂ. സോ 2 1 ആയിരിക്കും കാര്യക്ഷമത. സോ ടോട്ടൽ എഫിഷ്യൻസി 3 എന്തായാലും കിട്ടുന്നുണ്ടാവും. ഇനി 2 എന്ന് പറയുന്ന ആർക്കാണ്, 1 എന്ന് പറയുന്ന എഫിഷ്യൻസി ആർക്കാണെന്ന് മാത്രം കിട്ടിയാൽ മതി, നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. സോ എക്ക് ബിയുടെ 2 മടങ്ങ്, എക്ക് ബിയുടെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ എ ഇസ് ടു ബിയുടെ എഫിഷ്യൻസി റേഷ്യോ കിട്ടുമല്ലോ. ഇത് എഫിഷ്യൻസി റേഷ്യോ നമ്മൾ എഴുതാൻ പോകുന്നത് കാര്യക്ഷമത അംശബന്ധം. എക്ക് ബിയുടെ 2 മടങ്ങ്. സോ എക്ക് 2 ആണെങ്കിൽ ബിക്ക് 1 അല്ലേ ഉള്ളൂ, അതല്ലേ അർത്ഥം. എക്ക് ബിയുടെ 2 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. ടോട്ടൽ എഫിഷ്യൻസി 3, ടോട്ടൽ വർക്ക് കിട്ടുമല്ലോ. ടോട്ടൽ വർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? 14 × 3 ചെയ്താൽ മതി. 40 × 3 42 ആണെന്നറിയാം, എങ്കിലും അവിടെ തന്നെ നിന്നോട്ടെ. സോ നമുക്ക് വേണ്ടത് എയുടെ ഒറ്റയ്ക്കുള്ള സമയം, എ എടുക്കുന്ന സമയം എത്രയായിരിക്കും? എ എടുക്കുന്ന സമയം എങ്ങനെ കണ്ടെത്തും? ടോട്ടൽ വർക്ക് നമുക്കറിയാം, എയുടെ കാര്യക്ഷമത അറിയാവോ? അതും അറിയാം. സോ ഇനി നമുക്ക് എയുടെ ഒറ്റയ്ക്കുള്ള സമയം കിട്ടത്തില്ലേ? സോ ടോട്ടൽ വർക്ക് 14 × 3, ടോട്ടൽ വർക്കിനെ നമുക്ക് ആ ആളുടെ കാര്യക്ഷമത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഹരിച്ചാൽ കിട്ടാൻ പോകുന്നത് ആ ആൾ എടുക്കുന്ന സമയമാണ്. 14ഉം 2 നോക്കിയാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 7 കിട്ടും. 7 × 6 21. 21 ദിവസം കൊണ്ട് ഓപ്ഷൻ ബി ആൻസർ. 21 ദിവസം കൊണ്ട് 21 ഡേയ്സ് ആണ്. 21 ദിവസം കൊണ്ട് എ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കും. നമ്മൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി പേഴ്സൻറ്റേജിൻ്റെയും കൂടി ഒരു ആപ്ലിക്കേഷൻ വരുന്ന മോഡലാണ്. പേഴ്സൻറ്റേജിനെ റേഷ്യോ ആക്കിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മോഡലാണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടോളുക. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ അറിയാവുന്ന ആൾക്കാരും ചെയ്യാൻ അറിയാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരും ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് കേട്ടോളുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു രീതിയിലും ഇത് ചോദിച്ചാൽ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ടാവും. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. R can do a work in 21 days. M is 40% more efficient than R. M can finish the working. സോ 2 പേരുണ്ട് ഇവിടെ, എമ്മും ആറും. അതിൽ പറഞ്ഞിരിക്കുന്നത് R എന്ന് പറയുന്ന ആൾ 21 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. എമ്മും ആറും തമ്മിലുള്ള മറ്റൊരു ബന്ധം പറഞ്ഞിരിക്കുന്നത് എം എന്ന് പറയുന്ന ആൾക്ക് ആറിനേക്കാൾ 40% അധികം കാര്യക്ഷമതയുണ്ട്. അങ്ങനെയെങ്കിൽ എം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി 6 ചെയ്ത ആ ജോലി ചെയ്തു തീർക്കും. സോ 40% ഫ്രാക്ഷൻ ഫോം എല്ലാവർക്കും ഇപ്പൊ അറിയായിരിക്കും. എത്രയാണ്? 2/5. 40% 2/5. എങ്ങനെയാണ്? 4/10 വീണ്ടും പിടിച്ചെടുത്താക്കി 2/5 വരും. സോ ഇവിടെ 40% അധികം, 40% മോർ എഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസിന്റെ ആശയമാണ്. പെർസെൻറ്റേജ് ഇൻക്രീസ്. സോ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 5 ഭാഗമല്ലേ അടിസ്ഥാനം. അടിസ്ഥാനം എപ്പോഴും 5 ഭാഗം തന്നെയാണ്. 5 ഭാഗം എന്നുള്ളത് 7 ഭാഗമായിട്ട് മാറി. സോ ഇനി നമുക്ക് വേണ്ടത് 5 ഭാഗം ആർക്കാണ്, 7 ഭാഗം ആർക്കാണെന്ന് മനസ്സിലാക്കണം. സോ ഇവിടെ ആർക്കാണ് എഫിഷ്യൻസി കൂടുതൽ? ഈ ക്വസ്റ്റ്യനിൽ ആർക്ക് എഫിഷ്യൻസി കൂടുതൽ? എമ്മിനാണോ ആറിനാണോ? എമ്മിന് ആറിനേക്കാൾ. എം ഈസ് മോർ എഫിഷ്യൻറ്റ്. സോ എമ്മിനാണ് ഏറ്റവും കൂടുതൽ. സോ എം എന്ന് പറയുന്നതാണ് 7 ഭാഗം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 6 എന്ന് പറയുന്നത് 5 പാർട്സ് ആയിരിക്കും. ഇത് എന്തിന്റെ റേഷ്യോ? ഇത് എന്തിന്റെ റേഷ്യോ ആണ്?
എഫിഷ്യൻസി റേഷ്യോ, കാര്യക്ഷമത, എഫിഷ്യൻസി റേഷ്യോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന എമ്മിന്റെ സമയം കണ്ടെത്താം. അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഇവിടെ എഫിഷ്യൻസി റേഷ്യോ ഉണ്ടെങ്കിൽ വർക്ക് തുല്യമായത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടൈം റേഷ്യോ. ടൈം റേഷ്യോ എങ്ങനെ വരും? നേരെ തിരിച്ചെഴുതിയാൽ പോരെ. ടൈം റേഷ്യോ നമുക്ക് കിട്ടുന്നത് 7:5 എന്ന് കിട്ടും. ടൈം റേഷ്യോ കിട്ടിയാൽ നമുക്ക് ഇനി എമ്മിന്റെ സമയം കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? കാരണം 6ന്റെ സമയം തന്നിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞാൽ 21 ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. സോ 7 ഭാഗമാണ് നമുക്ക് ടൈം റേഷ്യോ ഉള്ളത്. 7 ഭാഗം എന്ന് പറയുന്നത് 21 ദിവസത്തിന് തുല്യമാണ്. സോ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 3 days. എങ്ങനെയാണ്? 21/7 3 കിട്ടും. നമുക്ക് വേണ്ടത് 5 ഭാഗമാണ്. 5 × 3 15 days. സോ ഓപ്ഷൻ സി 15 days ആണ് നമ്മുടെ ആൻസർ. ഇനി ആദ്യമേ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ, സോ ഇവിടെ നമുക്ക് 40% അധികം കാര്യക്ഷമത എന്നുണ്ട്. ഇപ്പൊ എമ്മിന് 6ന്റെ 40% കാര്യക്ഷമത എന്നായിരുന്നെങ്കിൽ എമ്മിന്, ഓക്കെ ഇവിടെ എഴുതാം, ജസ്റ്റ് ഒന്ന് ആശയം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എമ്മിന് 6ന്റെ 40% കാര്യക്ഷമത. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഈ റേഷ്യോ പാർട്ട് എങ്ങനെ വരും? റേഷ്യോ പാർട്ട് മാത്രം മനസ്സിലാക്കി ആൻസറിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. റേഷ്യോ പാർട്ട് മനസ്സിലാക്കി പിന്നെ ആൻസറിലേക്ക് നിങ്ങൾക്ക് സ്വയം എത്താൻ പറ്റുന്നുണ്ടാവും. ഇതേ ക്വസ്റ്റ്യനിൽ എമ്മിന് 6ന്റെ 40% കാര്യക്ഷമത ഉള്ളൂ എന്നാണെങ്കിൽ 40% 2/5 ആണെന്ന് നമുക്കറിയാം. സോ 5 ഭാഗം എന്ന് പറയുന്ന അടിസ്ഥാനമാണെന്നും അറിയാം. അതിന്റെ 40% എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലേ? സോ നമുക്കിവിടെ കൂട്ടലും കുറയ്ക്കലും ഒന്നുമില്ല, ജസ്റ്റ് 2 എന്ന് എഴുതിയാൽ മതി. 6ന്റെ 40%, ഇവിടെ 6ന്റെ ഡേറ്റിൽ മാറ്റമൊന്നുമില്ല, 5 ഭാഗം തന്നെ. എമ്മിനപ്പോൾ 2 ഭാഗമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു വസ്തുത മാത്രം ഒന്ന് മനസ്സിലാക്കുക. 40% അധികം അല്ലെങ്കിൽ 40% കുറവെന്ന് പറയുമ്പോഴാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഡിക്രീസ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണെങ്കിൽ ആ മുകളിൽ കിടക്കുന്ന സംഖ്യയായിരിക്കും നമുക്ക് വേണ്ടുന്ന മറ്റൊരാളുടെ ഡേറ്റ എന്ന് പറയുന്നത്. 40% പറഞ്ഞാൽ എമ്മിന്റെ കാര്യക്ഷമത 2 ഭാഗമേ ഉള്ളൂ. 5 ഭാഗമാണ് 6ന്റെ കാര്യക്ഷമതയെങ്കിൽ എമ്മിന്റെ കാര്യക്ഷമത 2 ഭാഗമേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് എഫിഷ്യൻസി റേഷ്യോ ഉണ്ട്, ടൈം റേഷ്യോ എടുത്തിട്ട് ബാക്കി സമയം കണ്ടെത്താം. സോ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും പെർസെൻറ്റേജ് കണ്ടു കഴിഞ്ഞാൽ കയറി അങ്ങോട്ട് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യരുത്. ശ്രദ്ധിച്ചോണം. 40% എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ആ ശതമാനത്തിന്റെ രൂപം മാത്രം മതിയാവും. അധികം അല്ലെങ്കിൽ കുറവെന്ന് പറയുമ്പോഴാണ് നമ്മൾ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക. റേഷ്യോയുടെ ആപ്ലിക്കേഷൻ വരുന്ന അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. A is thrice as good a workman as B and therefore is able to finish a job in 40 days less than B. അങ്ങനെയെങ്കിൽ working together they can do it in. സോ എയും ബിയും തമ്മിലുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചോണം. thrice as good a workman, thrice as good a workman. സോ 3 മടങ്ങ് കാര്യക്ഷമത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്ക് ബിയുടെ 3 മടങ്ങ് കാര്യക്ഷമത ഉള്ളത് കൊണ്ട് ബിയേക്കാൾ 40 ദിവസം കുറവ് മതി ഒരു ജോലി ചെയ്ത് തീർക്കാൻ. അതിനർത്ഥം ബി 100 ദിവസം എടുക്കുമെങ്കിൽ എ എത്ര ദിവസം എടുക്കും? എ 60 ദിവസം എടുക്കും. ബി 50 ആണെങ്കിൽ എ 10 ദിവസം എടുക്കും. സോ 40 ദിവസത്തെ ഒരു ടൈം ഗ്യാപ്പ് അവിടെ ഉണ്ടാകും, ഡേയ്സിന്റെ ഗ്യാപ്പ് അവിടെ ഉണ്ടാകും ജോലി ചെയ്ത് തീർക്കുന്നതിൽ. അങ്ങനെയെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും? സോ എഫിഷ്യൻസി റേഷ്യോ നമ്മൾ എടുക്കാൻ പോകുന്നത് A:B ആണ്. A:B എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? എക്ക് 3 മടങ്ങ് കാര്യക്ഷമതയുണ്ട് ബിയേക്കാൾ. സോ എ 3 ജോലി ചെയ്താൽ ബി ആ സമയത്ത് 1 ജോലി ചെയ്യുള്ളൂ. അതല്ല എൻ്റെ അർത്ഥം. എക്ക് ബിയേക്കാൾ 3 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. എഫിഷ്യൻസി റേഷ്യോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം റേഷ്യോ എത്രയായിരിക്കും എന്നറിയാം. ഇനി ടൈം റേഷ്യോ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ഡേറ്റയിലേക്ക് പോവാം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഡേറ്റ എക്ക് ബിയേക്കാൾ 40 ദിവസം കുറവ് മതി ഒരു ജോലി ചെയ്ത് തീർക്കാൻ. സോ എക്ക് ബിയേക്കാൾ 40 ദിവസം കുറവ് മതി. സോ ടൈം റേഷ്യോ കൂടി എടുക്കുകയാണെങ്കിൽ A:B, ടൈം റേഷ്യോ എങ്ങനെ വരും? ജോലി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോൺസ്റ്റന്റ് ജോലിയെ വെച്ചാണ് കമ്പാരിസൺ പറഞ്ഞിരിക്കുന്നത്. സോ 1:3 കോൺസ്റ്റന്റ് ജോലി വെച്ച് 2 പേരും ചെയ്യുന്ന ജോലി ഒരേ അളവിലുള്ളതാണെങ്കിൽ ആ സമയത്താണ് എക്ക് ബിയേക്കാൾ 40 ദിവസം കുറവ് മതി. എക്ക് ബിയേക്കാൾ 40 ദിവസം കുറവ് മതി. ഇവിടെ എത്ര കുറവുണ്ട്? ഇവിടെ 2ന്റെ കുറവാണല്ലോ അല്ലേ? സോ നമ്മുടെ റേഷ്യോയുടെ ആശയം എക്ക് ബിയേക്കാൾ 40 ദിവസം കുറവ് മതി. സോ 2 ഭാഗമാണ് ഇപ്പൊ കുറവുള്ളത്. എന്തിന് തുല്യമാണ്? അത് 40ന് തുല്യമാണ്. 40 ദിവസം തുല്യം. സോ 1 ഭാഗം എന്ന് പറഞ്ഞാൽ 20 ആണ്. 1 ഭാഗം 20 ആണെങ്കിൽ എക്ക് എടുക്കുന്ന സമയം 20, ബിക്ക് എടുക്കുന്ന സമയം 60 ദിവസം. ശരിയല്ല? 20ഉം 60ഉം. ഇനി നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. മറ്റു രീതിയിലൊക്കെ ഇതിനെ കാണാൻ പറ്റും. ഇപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ രീതി പോവാം. 20ഉം 60ഉം എടുത്തു. 20ഉം 60ഉം എടുത്ത് അതിന്റെ LCM ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് എന്താ വേണ്ടത്? 2 പേരും കൂടി ഒരുമിച്ച് എപ്പോഴും ജോലി ചെയ്ത് തീർക്കും. അപ്പോൾ 2 പേരും ഒരുമിച്ച് വരുമ്പോൾ 2 പേരും കമ്പനിയുടെ വിഷയത്തിൽ നമുക്ക് അറിയാം. സോ ഇവിടെ നോക്കിയാൽ 20ഉം 60ഉം ഉണ്ട്. 60 ആണ് നമ്മുടെ LCM വരുന്നത്.
ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. സോ 60/4 ചെയ്ത ആൻസർ കിട്ടും 15 ആണ്. ആക്ച്വലി ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് 20 60 LCM 60 ആണ്. സോ 60 ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട് 4. 60/4 ചെയ്ത 15. സോ 15 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇതുവരെയുള്ള ആശയങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. രമേശ് ആൻഡ് സുരേഷ് ക്യാൻ ഫിനിഷ് എ ജോബ് ഇൻ 15 days. രമേശ് ഈസ് 150% more efficient than സുരേഷ്. In how many days can രമേശ് finish this job alone? സോ രമേശും സുരേഷും രണ്ടുപേരുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ 15 ദിവസം കൊണ്ട് ജോലി തീർക്കും. സോ 15 days ഒരുമിച്ചുള്ള വർക്ക്. പിന്നെ എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് പെർസെൻറ്റേജ് ഒരു ആശയം പറയുന്നുണ്ട്. രമേശ് ഈസ് 150% more efficient than സുരേഷ്. 150% സുരേഷിനേക്കാൾ എഫിഷ്യൻ്റ് ആണ് രമേശ്, കാര്യക്ഷമതയുള്ളതാണ് രമേശ് എങ്കിൽ രമേശ് ഒറ്റയ്ക്ക് ഈ ജോലി എപ്പോൾ ചെയ്ത് തീർക്കുന്ന ചോദിക്കും, കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ബേസിക് ഡേറ്റാസ് ഒന്നും എടുക്കാം. ആദ്യമേ നമുക്ക് പെർസെൻറ്റേജ് എടുക്കാം. 150%, 150/100, 15/10 വരും. 15/10 നമുക്ക് വീണ്ടും പിടിച്ചു നോക്കിയാൽ 3/2. സോ 3/2 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ ഫോം 150%. സോ 150% അധികം കാര്യക്ഷമതയുണ്ട്. അതിൻ്റെ അർത്ഥം അടിസ്ഥാനം ആരാണ്? അടിസ്ഥാനം 2 ആണ്. 2 ഭാഗം എന്നുള്ള 5 ഭാഗമായി. സോ ആർക്കാണ് 2 ഭാഗം, ആർക്കാണ് 5 ഭാഗം? ആർക്കാണ് 2 ഭാഗം വരിക? രമേശ് ഈസ് 150% മോർ എഫിഷ്യൻറ്റ്. സോ രമേശിനാണ് എഫിഷ്യൻസി കൂടുതൽ. അത് മനസ്സിലാക്കി തന്നെ ഇവിടെ സുരേഷ് ആയിരിക്കും 2 ഭാഗം, രമേശാണ് 5 ഭാഗം. സോ ഇനി നമുക്ക് ഉള്ളത് രണ്ടുപേരും കൂടി ചേർന്ന്, ഇത് എഫിഷ്യൻസി റേഷ്യോ ആണ്. എഫിഷ്യൻസി റേഷ്യോ രണ്ടുപേരും കൂടി ചേർന്ന് 15 ദിവസം എടുക്കും. രണ്ടുപേരും കൂടി ചേരുമ്പോഴത്തേക്ക് രണ്ടുപേരെയും കമ്പൈൻഡ് എഫിഷ്യൻസി വരില്ലേ? സോ ടോട്ടൽ വർക്ക് കിട്ടുമല്ലോ. ടോട്ടൽ വർക്ക് എത്ര? 15 ഇൻറ്റു സമയം ഇൻറ്റു കാര്യക്ഷമത. കമ്പൈൻഡ് ആണ്. സോ രണ്ടുപേരും കൊണ്ട് 7 ഡിവൈഡ് ബൈ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് രമേശ് എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കും ഡിവൈഡ് ബൈ രമേശിൻ്റെ കാര്യക്ഷമത. രമേശിൻ്റെ കാര്യക്ഷമത എത്ര? രമേശിൻ്റെ കാര്യക്ഷമത 5 ആണ്. സോ 15 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 5. സോ നമുക്ക് 5 കൊണ്ട് നമുക്ക് വെട്ടാം. 5 കൊണ്ട് ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 വരും. 7 3s 21. സോ 21 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ.